യൂറോ കപ്പിൽ കരുത്തന്മാരുടെ പോരാട്ടത്തിൽ ക്രൊയേഷ്യക്കെതിരെ സ്പെയിന് ജയം. മറ്റു മത്സരങ്ങളിൽ സ്വിറ്റ്സർലൻഡ് ഹംഗറിയെയും നിലവിലെ ചാമ്പ്യന്മാരായ ഇറ്റലി അൽബേനിയയെയും പരാജയപ്പെടുത്തി. ബെർലിനിൽ നടന്ന മത്സരത്തിൽ എതിരില്ലാത്ത 3 ഗോളുകൾക്കായിരുന്നു സ്പാനിഷ് പടയുടെ വിജയം. 29-ാം മിനിറ്റിൽ ക്യാപ്റ്റൻ മൊറാട്ടയിലൂടെ ലീഡെടുത്ത സ്പെയിൻ 32-ാം മിനിറ്റിൽ റിയൂസിലൂടെ ലീഡ് ഉയർത്തി. ആദ്യ പകുതിയുടെ അവസാനം കാർവഹാലും ഗോൾ നേടി. രണ്ടാം പകുതിയിൽ ക്രൊയേഷ്യ നല്ല അവസരങ്ങൾ സൃഷ്ടിച്ചെങ്കിലും ഗോളാക്കി മാറ്റാൻ സാധിച്ചില്ല. 80-ാം മിനിറ്റിൽ ലഭിച്ച പെനാൾട്ടി ലക്ഷ്യം കാണാതെ പോയതോടെ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് സ്പെയിൻ മത്സരം വിജയിച്ചു. മറ്റൊരു മത്സരത്തിൽ 1-3 ഗോളുകൾക്ക് സ്വിറ്റ്സർലാൻഡ് ഹംഗറിയെ പരാജയപ്പെടുത്തി. 12-ാം മിനിറ്റിൽ ക്വാസാദിയയിലൂടെയും 45-ാം മിനിറ്റിൽ ഐബിഷറിലൂടെയും ഗോൾ നേടി ആദ്യ പകുതിയിൽ 2 ഗോളുകൾക്ക് മുന്നിലെത്തിയ സ്വിറ്റ്സർലാൻഡിനെതിരെ 66-ാം മിനിറ്റിൽ ഹംഗറി ഗോൾ മടക്കി. എന്നാൽ ഇഞ്ചുറി ടൈമിൽ എംബാളോ 3-ാം ഗോൾ നേടിയതോടെ സ്വിറ്റ്സർലാൻഡ് വിജയമുറപ്പിച്ചു. ഡോർമുണ്ട് ഗ്രൗണ്ടിൽ നടന്ന മത്സരത്തിൽ നിലവിലെ ജേതാക്കൾ വിജയത്തോടെ തുടങ്ങി. 1-2 ഗോളിനായിരുന്നു അൽബേനിയക്കെതിരെ ഇറ്റലിയുടെ വിജയം. മത്സരത്തിന്റെ ആദ്യ 15 മിനിറ്റിൽ തന്നെ 3 ഗോളുകളും പിറന്നു. യൂറോ കപ്പ് ചരിത്രത്തിലെ ഏറ്റവും വേഗതയേറിയ ഗോളോടെയായിരുന്നു മത്സരത്തിന്റെ തുടക്കം. 22-ാം സെക്കൻഡിൽ നദീം ബജറായിയായിരുന്നു ഗോൾ നേടിയത്. 10-ാം മിനിറ്റിൽ ബാസ്റ്റോണിയും 15-ാം മിനിറ്റിൽ ബരേലയും അസൂറിപ്പടയ്ക്കായി വലകുലുക്കി. ഇറ്റലി മത്സരത്തിൽ കൂടുതൽ അവസരങ്ങൾ സൃഷ്ടിച്ചെങ്കിലും ലക്ഷ്യം കാണാൻ സാധിച്ചില്ല. സ്പോർട്സ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്. യൂറോ കപ്പിൽ ഇന്ന് പോളണ്ട് നെതർലാൻഡിനെയും സ്ലൊവേനിയ ഡെൻമാർക്കിനെയും നേരിടും.